മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ ഷാനവാസും അനുമോളും തമ്മിലുള്ള ഒരു വഴക്കാണ് നടക്കുന്നത്. അനുമോള് കിച്ചണിൽ കയറിയാൽ ഒരു വഴക്ക് ഉറപ്പാണ്. അതെന്താണെന്ന് ഇപ്പോഴും അറിയില്ല. ഇന്നെന്തായാലും വെറും ഒരു ഓംപ്ലേറ്റിന്റെ പേരിലാണ് ഈ ഒരു വഴക്ക് തുടങ്ങിയിരിക്കുന്നത്. ഇന്നലെ ബിഗ് ബോസ് 25 മുട്ടകൾ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ലഞ്ചിന് പയറുതോരനും പിന്നെ മുട്ട വറുത്തതും ആക്കാമെന്ന് അനുമോള് പറഞ്ഞു. അങ്ങനെ അനുമോള് എല്ലാവർക്കുമുള്ള മുട്ട വറുത്തുകൊണ്ടിരിക്കുകയാണ്. മുട്ട ഓംപ്ലേറ്റ് അടിക്കാനുള്ള ഉള്ളിയെല്ലാം അരിഞ്ഞു കൊടുത്തത് ഷാനവാസാണ്. പക്ഷേ ഇവിടെ പയറുമായിട്ടില്ല, ചോറും അടുപ്പത്തിരിക്കുകയാണ്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, എനിക്കിപ്പോഴേ മുട്ട ഓംപ്ലേറ്റ് അടിച്ച് വെക്കണ്ട, എനിക്ക് തണുത്തത് കഴിക്കാൻ ഇഷ്ടമല്ല. ഞാൻ ചോറുണ്ണാറാകുമ്പോൾ മുട്ട വറുത്ത് കഴിച്ചോളാം, എനിക്ക് കുറച്ച് ഉള്ളി മാത്രം മാറ്റി വെച്ചാൽ മതിയെന്ന്. ഉടനെ അനുമോള് പറയുന്നത്, എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് എൻ്റെ ഡ്യൂട്ടി, ഞാൻ ഉണ്ടാക്കി തന്നോളാം. എല്ലാവർക്കും ഉണ്ടാക്കി തരുന്നതിൻ്റെ കൂടെ ഇക്കയ്ക്കും ഉണ്ടാക്കി തരുമെന്ന് അനുമോള് പറയുന്നു. ഉടനെ ഷാനവാസ് പറയുന്നുണ്ട്, എനിക്ക് വേണ്ട, എനിക്ക് തണുത്തത് കഴിക്കാൻ ഇഷ്ടമില്ല, എനിക്ക് ഉള്ളി മാറ്റി വെക്കണമെന്ന് ഷാനവാസ് വീണ്ടും പറയുന്നു. അപ്പോൾ അനുമോള് പറയുന്നത്, ഉള്ളി തികയുമോ എന്നൊന്നും എനിക്കറിയില്ല, അവസാനം ഉള്ളി ചിലപ്പോൾ ഉണ്ടാവില്ല. അത് കേൾക്കുന്നതും ഷാനവാസിന് ദേഷ്യം വരുന്നു. ഷാനവാസ് അപ്പോൾ പറയുന്നത്, എല്ലാം ചെയ്തു തരികയും വേണം, എന്നിട്ട് നിന്റെ വായിലിരിക്കുന്നത് കേൾക്കുകയും ചെയ്യണം. എന്ത് ചീഞ്ഞ സ്വഭാവമാണ് നിന്റെ, പറയാതിരിക്കാൻ വയ്യ. നന്ദി എന്ന സാധനം നിന്റെ അടുത്തുകൂടെയൊന്നും പോയിട്ടില്ല. ഉടനെ അനുമോള് പറയുന്നുണ്ട്, എനിക്ക് തോന്നിയതേ ഉള്ളൂ ഇപ്പോൾ ഈ നന്ദിയുടെ കണക്കും പറഞ്ഞുകൊണ്ട് വരുമെന്ന്. ഇനി ഇക്കേനെ ഞാൻ കിച്ചണിലേക്ക് വിളിക്കത്തേയില്ല. എന്തിനാണ് ഇപ്പോഴും ഈ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഉടനെ ഷാനവാസ് പറയുന്നത്, നിന്റെ സ്വഭാവം അങ്ങനെയാണ്, നീ ഇങ്ങനെ ചെയ്താൽ നീ ഓർക്കുന്നതും ഓർക്കാത്തതുമായിട്ടുള്ള എല്ലാ കാര്യവും ഞാൻ പറയും, കണക്ക് ഞാൻ പറയും, നിനക്കിപ്പോൾ എന്താ? ഉടനെ അനുമോള് പറയുന്നുണ്ട്, അങ്ങ് ഉണ്ടാക്കിക്കോ, ഞാൻ ഉണ്ടാക്കി തരുന്നില്ല. ഉടനെ അക്ബറും പറയുന്നത്, ഓംപ്ലേറ്റ് തണുത്തു പോയാൽ അതിൻ്റെ ഫാക്റ്റ് കൂടും, കൊഴുപ്പ് കൂടും, ചൂടോടുകൂടി കഴിക്കണമെന്നൊക്കെയാണ്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, ഉണ്ടാക്കിക്കോ, എന്ത് വേണേലും ചെയ്യ് എന്നൊക്കെ പറയുന്നു. എന്തായാലും ഒരു ചെറിയ ഓംപ്ലേറ്റിൻ്റെ പേരിലാണ് ഇപ്പോൾ ഷാനവാസും അനുമോളും തമ്മിലുള്ള വഴക്ക് നടക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.